ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സിൽ നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആദ്യമായി സവിശേഷ ബാങ്കുകൾ എന്താണെന്ന് നോക്കാം. ചില പ്രത്യേക മേഖലയുടെ, അതായത് കൃഷി, വ്യവസായം, കയറ്റുമതി എന്നിവയുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സവിശേഷ ബാങ്കുകളാണ്. ചില പ്രത്യേക മേഖലയുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് സവിശേഷ ബാങ്കുകൾ. എന്തിനൊക്കെ നൽകുന്നു? കൃഷി, വ്യവസായം, കയറ്റുമതി എന്നിവയ്ക്കാണ് ഇവർ സഹായം നൽകുന്നത്. അടുത്തതായി നബാർഡിനെ കുറിച്ച് നോക്കാം. നബാർഡിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം. നബാർഡിൻ്റെ ലക്ഷ്യം കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. ആണ്. നബാർഡിനെ ശുപാർശ ചെയ്ത കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷൻ. ശിവരാമൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. കേരള റീജിയണൽ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ്. നബാർഡിൻ്റെ കേരള റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി സിഡ്ബിയെ കുറിച്ച് നോക്കാം. സിഡ്ബിയുടെ പൂർണ്ണരൂപം സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് സിഡ്ബിയുടെ പൂർണ്ണരൂപം. സിഡ്ബിയുടെ ലക്ഷ്യം ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുക എന്നതാണ്. സിഡ്ബി സ്ഥാപിതമായത് 1990 ഏപ്രിൽ 2. സിഡ്ബിയുടെ ആസ്ഥാനം ലക്നൗ. സിഡ്ബിയുടെ പൂർണ്ണരൂപം സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ലക്ഷ്യം ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുക. സ്ഥാപിതമായത് 1990 ഏപ്രിൽ 2 ലക്നൗ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അടുത്തതായി എക്സിം ബാങ്ക്. എക്സിം ബാങ്കിൻ്റെ പൂർണ്ണരൂപം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണ്? കയറ്റുമതിക്കും ഇറക്കുമതിക്കും വായ്പ നൽകുക. കയറ്റുമതിക്കും ഇറക്കുമതിക്കും വായ്പ നൽകുക എന്നതാണ് എക്സിം ബാങ്കിൻ്റെ ലക്ഷ്യം. എക്സിം ബാങ്ക് സ്ഥാപിതമായത് 1982 ജാനുവരി 1. 1982 ജാനുവരി 1 എക്സിം ബാങ്ക് സ്ഥാപിതമായി. അടുത്തതായി വികസന ബാങ്കുകൾ. ഡെവലപ്മെൻറ്റ് ബാങ്ക് വ്യവസായശാലയുടെ, അതായത് സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. എന്താണ്? വ്യവസായശാലയുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഉദാഹരണം നോക്കാം. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI. IFCI വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. IFCI സ്ഥാപിതമായത് 1948. മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് നൽകുക എന്നതാണ് IFCIയുടെ ഒരു ഉദ്ദേശം. അടുത്തതായി ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്ക് BMB. ഇതിൻ്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇതിൻ്റെ മുദ്രാവാക്യം വരുന്നുണ്ട് വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം ഭാരതീയ മഹിളാ ബാങ്കിൻ്റേതാണ്. ഇത് സ്ഥാപിതമായത് 2013 നവംബർ 19. പക്ഷേ ഇത് 2017 ഏപ്രിൽ 1 ആയപ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. SBIയിൽ ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ചത് എന്നാണ് 2017 ഏപ്രിൽ 1. ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിതമായതെന്നാണ് 2013 നവംബർ 19. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം കൂടി പഠിക്കണം. വനിതാ ശാക്തീകരണം,
ഇന്ത്യയുടെ ശാക്തീകരണം. അടുത്തതായി മുദ്രാ ബാങ്കിനെ കുറിച്ച് നോക്കാം. മുദ്രാ ബാങ്കിൻ്റെ പൂർണ്ണ രൂപം നോക്കണം. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. എന്താണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ പൂർണ്ണ രൂപം. മുദ്രാ ബാങ്ക് സ്ഥാപിതമായത് 2015 ഏപ്രിൽ 8. മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം ചെറുകിട മൈക്രോ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ, അതായത് കളക്ട്രൽ ഫ്രീ ലോൺസ് ലഭ്യമാക്കുക. ചെറുകിട മൈക്രോ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ, കളക്ട്രൽ ഫ്രീ ലോൺസ് ലഭ്യമാക്കുക എന്നതാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം. മുദ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഇതിൻ്റെ വായ്പാ പരിധിയുണ്ട് 10 ലക്ഷം രൂപ വരെയാണ്. 10 ലക്ഷം രൂപ വരെയാണ് മുദ്രാ ബാങ്കിലൂടെ വായ്പ ലഭിക്കാവുന്നത്, മാക്സിമം ലിമിറ്റ്. മുദ്രാ കാർഡ് ഉണ്ട്. അതെന്താണ്? മുദ്രാ വായ്പ എടുക്കുന്നവർക്ക് നൽകുന്ന ഒരു റുപ്പേ ഡെബിറ്റ് കാർഡാണ് മുദ്രാ കാർഡ്. മുദ്രാ കാർഡ് നൽകുന്നത് ആർക്കാണ്? മുദ്രാ വായ്പ എടുക്കുന്നവർക്ക്. ഇതൊരു ഡെബിറ്റ് കാർഡാണ്. ഇനി വായ്പാ ഘട്ടങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. ഒന്നാം ഘട്ടമായി ശിശു എന്നറിയപ്പെടുന്ന ഒരു ഘട്ടമാണ്. ശിശു എന്ന വായ്പ നൽകുന്നത് 50,000 രൂപ വരെ. അത് സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ നൽകുന്നു. അതായത് പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് അതിൻ്റെ സ്റ്റാർട്ടപ്പ് സ്റ്റേജിലാണ് 50,000 രൂപ വരെ വായ്പ നൽകുന്ന ആ ഒരു ഘട്ടത്തെ പേര് ചൊല്ലി വിളിക്കുന്നു ശിശു. രണ്ടാമതായി കിഷോർ എന്ന ഘട്ടമാണ് പഠിക്കാനുള്ളത്. ശിശു എന്ന വായ്പാ ഘട്ടം, അതിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. ഇത് ഗ്രോത്ത് സ്റ്റേജിലാണ്. നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കാനായിട്ടാണ് കിഷോർ എന്ന വായ്പ നൽകുന്നത്. മൂന്നാമതായി തരുൺ എന്ന വായ്പ എക്സ്പാൻഷൻ സ്റ്റേജ്, അതായത് നന്നായി സ്ഥാപിതമായതും കൂടുതൽ വിപുലീകരണം ആവശ്യമുള്ളതുമായിട്ടുള്ള സംരംഭങ്ങൾക്ക് അതിൻ്റെ എക്സ്പാൻഷൻ സ്റ്റേജിൽ നൽകുന്ന 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ഒരു വായ്പയാണ് തരുൺ. അടുത്തതായി IDBIയെ കുറിച്ച് നോക്കാം. IDBIയുടെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ലക്ഷ്യം വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുക. വ്യവസായ ആവശ്യത്തിന് ധനസഹായം നൽകുക എന്നതാണ് IDBI ബാങ്കിൻ്റെ ലക്ഷ്യം. നിലവിൽ വന്നത് 1964 ജൂലൈ 1. IDBI നിലവിൽ വന്ന തീയതി 1964 ജൂലൈ 1. അടുത്തതായി ICICI ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കാണ് ICICI ബാങ്ക്. മൊബൈൽ ATM ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് കൂടിയാണ് ICICI. ICICI രൂപീകൃതമായത് 1994. 1994 രൂപീകൃതമായ ഒരു ബാങ്കാണ് ICICI. പ്രത്യേകത എന്തൊക്കെയാണ്? മൊബൈൽ ATM ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് ICICI ബാങ്കാണ്. അടുത്തതായി ലീഡ് ബാങ്ക്. ഓരോ ജില്ലയുടെയും വികസനത്തിനായിട്ട് RBI തിരഞ്ഞെടുത്ത ബാങ്കാണ് ലീഡ് ബാങ്ക്. ലീഡ് ബാങ്ക് ആരംഭിച്ച വർഷം നോക്കണം, 1969 ഡിസംബറിലാണ്. 1969 ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ബാങ്കാണ് ലീഡ് ബാങ്ക്. ശുപാർശ ചെയ്തവർ ആരൊക്കെയാണ്? ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്, DR ഗാഡ്ഗിലും നരിമാൻ കമ്മിറ്റിയും ചേർന്നിട്ടാണ് ലീഡ് ബാങ്കിനെ പറ്റി ശുപാർശ ചെയ്തത്. കേരളത്തിലെ ബാങ്കിങ് വസ്തുതകൾ ചുരുക്കമായി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഇത് സ്ഥാപിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടി. പക്ഷേ 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഈ ബാങ്ക് ലയിച്ചു, അത് ഏറ്റെടുത്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 2003 ഈ ബാങ്കിനെ ഏറ്റെടുത്തു. സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടുമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട്. ATMനെ കുറിച്ച് നോക്കാം ചുരുക്കമായി. ATMൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നതാണ് ATMൻ്റെ പൂർണ്ണ രൂപം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സുമൊക്കെ
എന്നെ കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ ഞാൻ ആ കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.